ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം, നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു ഗൈഡൻസായി കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ചിലവരുടെ ഒരു കമൻസ് നമ്മൾ കാണാറുണ്ട്, ചില വ്യക്തികൾ നേരിട്ട് ചോദിക്കാറുണ്ട്. അതായത് വളരെ കുറച്ച് ആളുകളാണ്, വിരലിൽ എണ്ണാവുന്ന വ്യക്തികളെന്നേ പറയാനായിട്ടുണ്ടാവുള്ളൂ. കാരണം ഭൂരിഭാഗം നമ്മളുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അവരുടെ വ്യക്തിയും ഒരുമിച്ച് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല നിലയ്ക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ചില വ്യക്തികൾ മാത്രം, നമ്മൾ പറഞ്ഞതുപോലെ ഒരു വിരലിലെണ്ണാവുന്ന കുറച്ച് വ്യക്തികൾ മാത്രം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ടെന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊരു വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരുമിച്ച് നന്നായിട്ട് പോകാനായിട്ട് ശ്രമിക്കാൻ അവരും കൂടി വിചാരിക്കണം. പക്ഷേ നമുക്കൊരാളെ വേണ്ട, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വേണ്ടാന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതി. അവിടെ നമുക്ക് മറ്റാരുടെയും ഒരു സഹായം വേണ്ട, നമ്മൾ മാത്രം മതി. നമ്മളുടെ ഒരു വിൽ പവറും ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് വളരെ ടോക്സിക് ആണെന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ധൈര്യമായിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ട, ക്വിറ്റ് ചെയ്യാണ്, ആ ഒരു പേഴ്സൺ കൊള്ളില്ല, പൊട്ടയാണ്, എനിക്ക് വേണ്ട എന്നാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ, നമ്മൾ പിന്നീട് അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ എനർജി കൊടുക്കാതിരിക്കുക. അതായത് നമ്മളിപ്പോൾ റീഡിങ്സ് കാണുക, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും റീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണരുത്. കാരണം വീണ്ടും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ തന്നെ ഓർക്കുകയാണ്. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ്. വീണ്ടും നിങ്ങൾ ആ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നു, അവരുടെ കാര്യങ്ങളിലേക്ക് വരുന്നു. ഇങ്ങനെ പല രീതിയിൽ അത് ആ ഒരു പേഴ്സണുമായിട്ട് നമ്മൾ പോലും അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കും, നമുക്ക് മറക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർ അവരുടെ ഒരു പുതിയ പാത അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് തീർത്തും ആ ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ഒരിക്കലും വന്നിട്ട് റീഡിങ്സ് കാണുക, ഡെയിലി വന്നിട്ട് നിങ്ങൾ റീഡിങ്സ് കാണുന്നുണ്ട്, എന്നിട്ട് ആ ഒരു പേഴ്സണ് വേണ്ട, അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. അതാണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോടാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്സ് ഒക്കെ കാണുമ്പോൾ ചിലവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും റീഡിങ് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, ഒരാൾക്ക് മാത്രം ഫോക്കസ് ചെയ്തിടുന്നതാണെന്നുള്ളൊരു ധാരണയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അറിയില്ലായ്മ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ആദ്യമേ ആ ഒരു ഡിസ്ക്ലെയിമറിൽ പറയുന്നത് പോലെ ജനറൽ റീഡിംഗ് ആണ് നമ്മൾ ചാനലിൽ ഇടുന്നത്. അതായത് നമ്മൾ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ എന്ത് കാർഡ്സാണോ വരുന്നത്, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒരു എനർജി വരട്ടെ എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയോ വ്യൂവേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ മിനിമം ഒരു 20,000 പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ആളുകൾ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. സോ കാർഡ്സ് വരുമ്പോഴും ആ ഒരു രീതിയിലായിരിക്കും വരിക. അതാണ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി നമ്മൾ ഒരാളുടെ കാര്യമല്ല ഫോക്കസ് ചെയ്ത് പറയുന്നത്, പലരുടെയും കാര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നല്ല വ്യക്തികളുടെ, അല്ലെങ്കിൽ നല്ലൊരു എനർജി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ കിട്ടാറുണ്ട്, കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നത് കിട്ടാറുണ്ട്. അപ്പോൾ അതെല്ലാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും പല രീതിയിലാണ് വരുന്നത്. നിങ്ങളുടെ മാത്രമായിട്ടുള്ള എക്സാക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിലൂടെ മാത്രമാണ് നടക്കുക. നിങ്ങളുടെ എനർജി കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനകത്ത് നിങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ എക്സാക്റ്റ് കാര്യങ്ങൾ നമുക്ക് ആ കാർഡ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ മാത്രമാണ്. ജനറൽ റീഡിങ്ങിലൂടെ പലരുടെയും കാര്യങ്ങൾ കയറി വരും. ഏറ്റവും പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ആളുകളുടെ ആ ഒരു എഫക്റ്റൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു റീകൺസിലേഷന് വേണ്ടി നിൽക്കുന്നവർ, ആ ഒരു ടൈം എടുത്ത് അവരുടെ ആ ഒരു എനർജീസൊക്കെ നമുക്ക് നല്ലതുപോലെ വരും. അതായത് ആരുടെയൊക്കെ എനർജീസ് ആണോ കയറി നിൽക്കുന്നത് അതായിരിക്കാം നമ്മൾ കൂടുതൽ കാർഡ്സിലൂടെ പ്രതിഫലിച്ച് കാണുന്നത്. അപ്പോൾ ഓരോ റീഡിങ്ങിനകത്തും നമുക്ക് ചിലപ്പോൾ പേഴ്സൻ്റെ ക്യാരക്ടർ വരാറുണ്ട്, സിറ്റുവേഷൻ വരാറുണ്ട്, എനർജീസ് വരാറുണ്ട്. ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞു തരുന്നത്
നിങ്ങളുടെ പേഴ്സൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയായിട്ട് നിങ്ങൾക്കത് എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു മാനിഫെസ്റ്റേഷനാണ്, പോസിറ്റീവായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനാണ്. കാരണം അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. ആ ഒരു വ്യക്തി എന്നിലേക്ക് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നന്നായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ അവിടെ നടക്കുകയാണ്. പിന്നെ അതുപോലെ ചില ഗൈഡ് ലൈൻസ് ആയിട്ട് നമുക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചില വീഡിയോസൊക്കെ കണ്ടിട്ട് ചിലവർ അവർ തന്നെ കമൻസിലൂടെ കണ്ട ഉടനെ അവർക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വന്നു എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു എനർജി അത്രയും ഹൈ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ളവരുടെ എനർജിയിൽ വരുമ്പോഴാണ് അവർക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഫ്റ്റർ ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിനകത്ത് നമ്മൾ റെസനേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്ത് കുറച്ചൊരു ശതമാനത്തിനാണ് ആ ഒരു റിസൾട്ട് വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറുമായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കും അതിനുള്ളൊരു യോഗം വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കർമ്മദോഷങ്ങളോ അല്ലെങ്കിൽ മുജ്ജന്മദോഷങ്ങളോ നമ്മളുടെ സമയദോഷമോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പിരിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ വിരഹം അനുഭവിക്കാൻ യോഗമുള്ള വ്യക്തികളാണ് അത് കാണുന്നുണ്ടെങ്കിൽ, അവർക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു കർമ്മദോഷമോ കാര്യങ്ങളോ അതിനെ അനുവദിക്കില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആ ബാക്കിലേക്ക് പോകുന്നത്. ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല, അവർക്ക് അതിനുള്ള ഒരു ടൈം ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബ്ലെസ്സിങ് അവർക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്കത് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെയും എനർജീസ് വ്യത്യസ്തമാണ്. നമ്മളുടെ എല്ലാവരുടെയും കർമാസ്, നമ്മളുടെ സമയം എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊരു വിശ്വാസം കിട്ടാൻ, ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ജനറൽ റീഡിങ് ഉപകരിക്കുക. അപ്പോൾ നമ്മളുടെ റീഡിങ്ങിനകത്ത് നമ്മൾ സ്പ്രെഡിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ലാതെ നിങ്ങളോടൊരു കോൺവെർസേഷൻ നടത്തിയിട്ട് ഒരുപാട് നാളുകളായി എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആ ഒരു ലൈവ് റീഡിങ് ചെയ്തിരുന്നൊരു സമയത്താണ് കൂടുതലുമായിട്ട് നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ലൈവ് റീഡിങ് നിർത്തിയിട്ടും ഒരു 5-6 മാസത്തോളമായി. അപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ വീണ്ടും പഴയതുപോലെ ലൈവ് റീഡിങ് ചെയ്യണം എന്ന് എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്. ചിലവർക്ക് അതിന് താല്പര്യമില്ല. ആ കാർഡ്സ് ഷഫിൾ ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ കാണാനായിട്ട് ടൈം വേസ്റ്റിംഗ് ആണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല നമ്മളിപ്പോൾ എടുക്കാത്തത്. 5-6 മാസമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി നിങ്ങളെ കാർഡ്സ് എടുത്തിട്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. പണ്ടത്തെ പോലെ ലൈവ് എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഒരു ടൈമിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല ആദ്യം മുതലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നവർക്ക് അറിയാം എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല വേറെയാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബിസി സ്കെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പഴയതുപോലെ നമുക്ക് ആ ഒരു ലൈവിലേക്ക് പോകാൻ സാധിക്കാത്തത്. എങ്കിലും നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു രീതിയിലേക്കും വരാം കേട്ടോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ എനർജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു വിജയം വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് ചില ആളുകളുണ്ട്, അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്ന ആൾക്കാരുണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ പാതി വഴിയിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകും, കൂടുതലൊരു എഫേർട്ടൊന്നും എടുക്കാനായിട്ട് റെഡിയായി എന്ന് വരില്ല. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്കൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു കാര്യം വേണം, അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തൊരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം കഴിവിലോ അല്ലെങ്കിൽ സാമർത്ഥ്യത്തിലോ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവർക്കൊരു വിജയത്തിന് വേണ്ടിയിട്ടോ ആരെയും അവർ മുഖം നോക്കാതെ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുത്തെന്ന് വരാം. അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഏതറ്റം വരെയും പോകും എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അത്രത്തോളം സെൽഫ് പ്രയോറിറ്റി ഇവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം എത്ര ആത്മബന്ധമുള്ള വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിലും ഇവർക്കത് എന്തെങ്കിലും ഒരു പോരായ്മയായിട്ടോ പാളിച്ചയായിട്ടോ നാളെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഇവർ പരിഗണിക്കണമെന്നില്ല. കാരണം അവരുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് പോകുന്നതിന് ഒരു ബാരിയറായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒഴിവാക്കി പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നാണ് നമുക്ക് ഇവരെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്നെക്കൊണ്ട് ഞാൻ വിചാരിച്ച് നടക്കാത്തതായിട്ടൊന്നും ഇല്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ടെല്ലാം സാധിക്കും, ഞാൻ മറ്റുള്ളവരെക്കാളും കുറച്ചും കൂടി ആ ഒരു ഈഗോയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ ഇങ്ങനെയുള്ളൊരു അഹങ്കാരത്തിനൊരു തിരിച്ചടി അവരുടെ ലൈഫിനകത്ത് കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പോലും പ്രതീക്ഷിക്കാതെ ഓർക്കാപ്പുറത്ത് ഇവരുടെ ലൈഫിനകത്ത് ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതൊന്നില്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ഒരു എനർജി കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു റിലേഷൻഷിപ്പിനകത്തായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയറിലായിരിക്കാം. എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തകർച്ച ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്.
അതായത് പഴയതുപോലെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളത് പറയാം. തീർച്ചയായിട്ടും ഇപ്പോഴവർ മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും തൃപ്തികരമല്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എനർജിയിലല്ല ആ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് അവരുടെ ഒരു സാഹചര്യം ഉള്ളത്. അല്ലെങ്കിൽ അവരുടെ ഒരു ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു അഹങ്കാരത്തിനോ ഈഗോയിനൊക്കെ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓവറോൾ എനർജീസ് കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്ന ഒരു പക്ഷേ ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഒരു വിശ്വസിച്ച് കൊണ്ട് നടന്നിരുന്ന, അല്ലെങ്കിൽ നമ്മൾ തോളത്ത് കയറ്റ് നടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കൊണ്ട് നടന്നിരുന്ന ആ ഒരു വ്യക്തിയോ വ്യക്തികളിൽ നിന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു വളരെയധികം ഡിപ്രഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇവർ ആ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മളൊരു അടി കിട്ടിയിരിക്കുക എന്ന് പറയുന്നത് പോലെ നല്ല രീതിയിലുള്ളൊരു വിഷമം ഈ ഒരു പേഴ്സൺ ഉണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വിള്ളൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു എനർജി, ഇതിപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ആരെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ അവിടെ ഒരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും സ്വരച്ചേർച്ച ഇല്ലാത്തൊരു അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ പെരുമാറുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് മാനസികമായിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഒപ്പം ഉണ്ടാവും എന്ന് കരുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ അത്രയും വിശ്വസിച്ച് കൂടെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു തിരിച്ചടി ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നേരത്തെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു എനർജി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെ വിചാരിക്കുന്നത് അവർ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്കൊരു ട്രാപ്പാണ്, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഇവർ കരുതിയതുപോലെ അല്ല അതിൻ്റെ ഒരു ഓവറോൾ എനർജി എന്നുള്ളത് ഇവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യമേ ഒരു തോളപ്പം എന്നുള്ള രീതിയിൽ എന്തിനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിന്നിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്കിട്ട് ഒരു പണി കിട്ടുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടാവാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള വിള്ളലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു പേഴ്സൺ ഇവരെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാനസിക തകർച്ചയായിരിക്കാം, ഫിനാൻഷ്യലിയുള്ള തകർച്ചയായിരിക്കാം ഇവർ മൂലം ഉണ്ടായിട്ടുള്ളത്. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നേരത്തെ മുതലേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ ഈ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചൊരു സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി അവരൊക്കെ ഇവരെന്താണെന്നുള്ളത് റിയലൈസ് ചെയ്തതിന് ശേഷമായിരിക്കാം ആ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ പുറത്തേക്ക് കടക്കണം, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റിയതല്ല എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ നേരത്തെ മുതലേ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അറിയാതെ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരണം, അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിനകത്തുനിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു എനർജിയാണ്. ഒരു പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ഇത് ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ മുതലേ ചിലപ്പോൾ അവർ ആ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റിയതല്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ പുറത്ത് കിടക്കാൻ പറ്റാതെ അവരതിനകത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത്. ഇവരൊരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ട്രാപ്പിലാണെന്നുള്ളത് അവർ തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ മാനസികമായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ തുടർന്നുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഒരു ചിന്തയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ അതൊരു ട്രാപ്പായിരിക്കാം, അല്ലെങ്കിൽ പോരാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും കുരുക്കുകൾ അതിനകത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അവരത് മനസ്സുകൊണ്ട് റിലീസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്തത്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സെൽഫ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും എയിം കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു പേഴ്സണാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഇതിനകത്ത് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തൊക്കെയോ കുരുക്കുകളുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ കഴിയാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ ഭൂരിഭാഗം പേർക്കും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേഷനിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു പേഴ്സണെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം.
അപ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളിപ്പോൾ ഒരുപാട് ദൂരത്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ അത്രയും ആ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവരുടെ ഒരു പ്രവൃത്തിയായിരിക്കും. ഇവിടെ ലോങ് ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ദൂരമാണ്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണെന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ കുറേ പേർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് ഈ ഒരു പേഴ്സൺ വിദേശത്തുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം വിദേശത്തുള്ളത്, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ലോങ് ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് വെച്ച് നോക്കുമ്പോഴും ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. അപ്പോൾ ചില വ്യക്തികൾക്കൊരു കാര്യമുണ്ട്, ഇപ്പോൾ അവർക്ക് വളരെ സേഫ് സോൺ കിട്ടിയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും അവരുടെ ലൈഫിലേക്ക് വന്നു, അല്ലെങ്കിൽ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൂടെയുള്ള അല്ലെങ്കിൽ അത്രയും നാളും പ്രിയപ്പെട്ടവരായിട്ട് നിന്ന ആളുകളെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയൊക്കെ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെ ഒന്നും വകവയ്ക്കാതെ ഈ ഒരു പുതിയ റിലേഷൻഷിപ്പിനകത്തേക്ക് തന്നെ സ്റ്റക്കായി പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആരെയാണോ അവരത്രയും ട്രസ്റ്റ് ചെയ്യുന്നത് ആ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കൂടുതൽ ഒരു എനർജി കൊടുക്കുക, മറ്റുള്ള എല്ലാത്തിനെയും കണ്ടില്ല എന്ന് നടിക്കുക, സൗകര്യപൂർവ്വം മറക്കുക, ആ ഒരു തരത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവരെന്തിലാണോ വിശ്വസിച്ചിരിക്കുന്നത് അത് ലൈഫ് ലോങ് കാണും. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ വേറെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും കാര്യമില്ല, ഇതെൻ്റെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം. അപ്പോൾ അതുപോലെ ആയിരിക്കാം വേണമെങ്കിൽ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മാറിപ്പോയപ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു തേർഡ് പാർട്ടിയെ കൂടുതൽ വിശ്വസിച്ചിട്ട് മാറി നിൽക്കുമ്പോഴോ നിങ്ങൾ അവർ അത്രത്തോളം മൈൻഡ് ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോണാണ് അവർ നോക്കിയത്. അതായത് ചില കാര്യങ്ങളിലുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എപ്പോഴും ലൈഫ് ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കൈപ്പിടിയിലായിരിക്കും, എനിക്ക് ഫേവറായിട്ടുള്ള രീതിയിലായിരിക്കും എപ്പോഴും കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ചിലപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നതും, അല്ലെങ്കിൽ അത്രയും നാൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത വ്യക്തികളെ ഒരു നിമിഷം കൊണ്ട് തള്ളിപ്പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോഴുള്ള ഒരു ചവിട്ടുപടി കിട്ടുമ്പോൾ അവർ അതിനകത്ത് തന്നെ അങ്ങോട്ട് പോയി തീരുന്ന വ്യക്തികളാണ്. പിന്നീട് ഇതുപോലെയുള്ള എന്തെങ്കിലും തിരിച്ചടികളോ അല്ലെങ്കിൽ കാലം അവർക്ക് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ആ ഒരു നമ്മൾ താഴേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് പോലെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം എൻ്റെ കൈപ്പിടിയിലല്ല എന്ന് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവർ അർഹിക്കുന്ന ഒരു പരിഗണന, അല്ലെങ്കിൽ എന്താണോ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയിരുന്നില്ല നിങ്ങളോട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു വേൾഡ് കാർഡ് കാണുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അമിതമായിട്ടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം, അവരുടെ കൈപ്പിടിയിൽ കാര്യങ്ങളെല്ലാം ഒതുങ്ങാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് ഈ ഒരു പേഴ്സണൊരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ ആ ഒരു കംപ്ലീഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരിക്കലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് കഴിഞ്ഞ് പുതിയൊരു ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ലൈഫിൽ ചില കാര്യങ്ങൾ പഠിച്ചു വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ ഒരു സ്നേഹമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുള്ള ആ ഒരു താല്പര്യമോ ഒന്നും ഒട്ടും പരിഗണിക്കാതെ പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് അറിയില്ല, കാരണം ആ ഒരു സ്റ്റേജ് നമ്മളിവിടെ നോക്കിയിട്ടില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കറണ്ട് എനർജി നമ്മൾ നോക്കിയിട്ടില്ല, ഓൺലി ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷനും ഫീലിങ്സും ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നേരത്തെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് യൂണിവേഴ്സായിട്ട് അവർക്ക് ഫീൽ ചെയ്യിപ്പിച്ചതാണ് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം സത്യമാണെന്ന് അവരെ മനസ്സിലാക്കിക്കാനോ വേണ്ടി മാത്രമായിരിക്കില്ല ഇവരുടെ ഒരു അഹങ്കാരത്തിനുള്ളൊരു തിരിച്ചടി. അല്ലാന്നുണ്ടെങ്കിൽ ചില ലെസൺസ് അവരും ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് കുറച്ച് ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിട്ടുള്ള വേറെ വ്യക്തികളിൽ നിന്നുള്ള ഒരു തിരിച്ചടിയായിട്ട് അവരുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനിങ് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നുകൊണ്ട് നല്ല രീതിയിൽ പോകാനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ആ ഒരു 9 ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. അതായത് ചുമ്മാ എളുപ്പത്തിൽ അങ്ങോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ അത് ചുമ്മാ അങ്ങ് തുടങ്ങാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു ട്രാപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും പുറത്ത് കടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ മാത്രമായിട്ടൊന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വേഗം നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്ന ആ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷെ ചിലപ്പോൾ ഇവർക്ക് കുറച്ച് ബാധ്യതകൾ ഉണ്ടായിന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ട്രാപ്പ് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല പൂർണ്ണമായിട്ടും. അപ്പം അതുകൊണ്ടാണ് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു വേൾഡ് എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്താനോ ഒന്നും അവർ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും, ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ്. പക്ഷെ അത് കുറച്ച് കഷ്ടപ്പാടുള്ളതാണെന്നുള്ളതും ഈ ഒരു പേഴ്സൺ അറിയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയും സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങളൊരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ആ ഒരു റീഡിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ പറയുന്നതും, ഇനിയിപ്പോൾ കുറച്ച് ഒരു സസ്പീഷ്യസ് ആയിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് എപ്പോഴും ക്ലെയിം ചെയ്യാൻ പറയുന്നത് നമ്മൾ ആ ഒരു പോസിറ്റീവിനെ എപ്പോഴും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇട്ടിരിക്കുന്ന നമ്മളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നതും അത്രയും സത്യസന്ധമാണ്, അല്ലെങ്കിൽ ജെനുവിൻ ആണ് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങേയറ്റം വരെ നമുക്ക് നമ്മളുടെ ആ ഒരു പോസിറ്റിവിറ്റിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.